സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സിമ്പിളായി ക്രീം ചീസ് ഉണ്ടാക്കാം. ഇതിന് 500 ml പാലെടുത്ത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. പാല് ഒന്ന് ഇളക്കി കാച്ചുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ചിലപ്പോൾ അടിയിൽ പിടിച്ച് സ്വാദ് മാറും. നിങ്ങൾക്ക് എത്ര പാക്കറ്റ് പാല് വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ എടുത്തത് 500 ml മാത്രമാണ്. നിങ്ങൾക്ക് കുറേ ക്രീം ചീസ് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കാനാണെങ്കിൽ 2-3 പാക്കറ്റ് എടുത്ത് കാച്ചിയെടുക്കാം. ഞാൻ ആവശ്യമുള്ള പാല് മാത്രമേ എടുക്കാറുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ 1 പാക്കറ്റ് പാലെടുത്തത്. എനിക്കെപ്പോഴും ഫ്രഷായി ഉപയോഗിക്കാനാണ് താല്പര്യം. ഫ്രഷായി ഉപയോഗിക്കുമ്പോൾ പ്രത്യേക സ്വാദാണ്. നല്ലതുപോലെ തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് വിനീഗർ ഒഴിച്ചു കൊടുക്കാം. രണ്ട് ടേബിൾ സ്പൂൺ വിനീഗർ കുറച്ചായി ഒഴിച്ചു കൊടുക്കും. ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കും. വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ കൂടി ഒഴിച്ചു കൊടുക്കാം. കോരിയെടുക്കാൻ പറ്റുന്ന പാകമായാൽ പിന്നെ ഒഴിക്കേണ്ടതില്ല.
ഇതുപോലെ ആയി കണ്ടാൽ നമുക്ക് ഒരു അരിപ്പയിലേക്ക് കോരി മാറ്റാം. കോരി എടുത്ത് കഴിഞ്ഞ ശേഷം ഇത് നല്ല വെള്ളത്തിൽ കഴുകിയെടുക്കാം. അത് വിനീഗറിൻ്റെ സ്വാദ് മാറുവാൻ വേണ്ടിയാണ്. കടയിലൊന്നും പോയി വാങ്ങാതെ നല്ല ക്രീം ചീസ് വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കൂ. കടയിൽ പോയി വാങ്ങുമ്പോൾ വലിയ പൈസയും കൊടുക്കണം. അതുകൊണ്ട് ശുദ്ധമായി വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. നല്ല വെള്ളത്തിൽ ഇതുപോലെ കഴുകിയെടുക്കണം. ഇത് നമുക്ക് ചീസാക്കി കഴിഞ്ഞാൽ ബ്രെഡ്, പിസ്സ, കേക്ക് എന്തിൻ്റെ മോഡിൽ വേണമെങ്കിലും തേച്ച് ഉപയോഗിക്കാം. ഇനി ഇത് കഴുകിക്കഴിഞ്ഞ ശേഷം വെള്ളമെല്ലാം കളഞ്ഞ് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ചീസിന് ഒരു പ്രത്യേക സ്വാദാണ്. ഇനി ഇതൊന്ന് നല്ലതുപോലെ അടിച്ച ശേഷം നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ പാലൊഴിച്ചു കൊടുത്താലും മതി. വീണ്ടും നല്ലതുപോലെ അടിച്ചെടുക്കാം. ഇനി ചീസ് ലൂസായി വരുന്നില്ലെങ്കിൽ 1 ടീസ്പൂൺ കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളമോ പാലോ എന്താണ് ഒഴിക്കുന്നതെങ്കിൽ ഒഴിച്ച ശേഷം നല്ലതുപോലെ അടിച്ചു കൊടുക്കും. അപ്പോൾ ഇത് തനിയെ കുറച്ച് ലൂസായി വരും. നമുക്ക് ശരിയായ ഒരു ക്രീമിൻ്റെ ലൂസിലാണ് കിട്ടേണ്ടത്. തൊട്ട് നോക്കുമ്പോൾ ബട്ടർ പോലെ തന്നെയാണ് ഉണ്ടാവുക. അത് ജാറിൽ ഇളക്കി നോക്കിയാൽ മനസ്സിലാവും. അധികം ലൂസാവാനും പാടില്ല. ശരിയായ ഒരു ക്രീമിൻ്റെ അത്ര ലൂസ്. ഇത് റെഡിയായി. ഇനി ഇത് നമുക്കെടുക്കാം. പിസയുടെ മുകളിൽ ഇടാനാണ് ഉണ്ടാക്കുന്നതെങ്കിൽ 1 ടീസ്പൂൺ വെള്ളക്കുരുമുളക് പൊടിച്ചതും 1/4 ടീസ്പൂൺ ഉപ്പും കൂടിയിട്ട് ഒന്ന് നല്ലതുപോലെ തിരിച്ചെടുത്താൽ നല്ല സ്വാദാണ്. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.
കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.